മോർണിംഗ്, വെൽക്കം ടു ടീംസ് കിച്ചൺ സീക്രട്സ്. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് നല്ലൊരു ഡക്ക് റോസ്റ്റ് ആണ്. ഇതൊരു 1.5 കിലോ ഡക്കുണ്ട്. ഇത് നന്നായിട്ട് ക്ലീൻ ചെയ്തൊക്കെ വെച്ചേക്കുവാണ്. ഇത് തൊലിയോട് കൂടിയ ഡക്ക് കേട്ടോ. തൊലിയോട് കൂടിയ ഡക്ക് ഇട്ട് കറി വെക്കുമ്പോഴാണ് നല്ല ടേസ്റ്റ് വരുന്നത്. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ നമ്മളിപ്പം കടകളിൽ നിന്ന് മേടിച്ചുകൊണ്ട് വരുമ്പോഴുണ്ടല്ലോ, അവരെല്ലാം ക്ലീൻ ചെയ്ത് തരും. എന്നാലും സ്കിൻ കളയാത്തതാകുമ്പോഴേ അതിനകത്ത് ചെറിയ രോമങ്ങളൊക്കെ കാണും. അത് ക്ലീൻ ചെയ്യുമ്പോൾ അതൊക്കെ വൃത്തിയാക്കി എടുത്തോണേ. ഇനിയിപ്പോൾ ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ബാക്കി സാധനങ്ങൾ ഞാനിവിടെ 2 പൊട്ടറ്റോ എടുത്തിട്ടുണ്ട്. ഇതുപോലെ നീളത്തിൽ അരിഞ്ഞെടുക്കണേ. പിന്നെ വേണ്ടത് ഒരു 5-6 വറ്റൽമുളക് ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മുടെ ആവശ്യത്തിന് തേങ്ങാക്കൊത്ത്, വെളുത്തുള്ളി വെച്ചിട്ടുണ്ട്. അതൊരു 10-12 വെളുത്തുള്ളി വേണേ, 10-12 അല്ലി വെളുത്തുള്ളി. പിന്നെ ഒരു നല്ല വലിയ പീസ് ഇഞ്ചി, അത് ഇതുപോലെ നീളത്തിൽ അരിഞ്ഞിങ്ങനെ വെക്കണേ. പിന്നെ ഒരു 4 പച്ചമുളക് വെച്ചിട്ടുണ്ട്. പിന്നെ ഞാനിവിടെ വെച്ചേക്കുന്നത് ചെറിയ ഉള്ളിയാണ്. സവോള ഞാൻ ഇതിനകത്ത് ചേർക്കുന്നില്ല. ചെറിയ ഉള്ളി കൊണ്ട് നമ്മളിങ്ങനെ റോസ്റ്റൊക്കെ ഉണ്ടാക്കുമ്പോഴല്ലോ ഒരു നല്ല ടേസ്റ്റാണ്. കാര്യം ഇത് പൊളിച്ചൊക്കെ എടുക്കാൻ ഇച്ചിരി ഒരു ബുദ്ധിമുട്ടാണെങ്കിലും ഉണ്ടല്ലോ നല്ല രുചിയാണ്. അതങ്ങ് ഒരുപാടങ്ങ് കനം കുറച്ചൊന്നും അരിയണ്ട. അതാണ്ട് ഇതുപോലെ നമ്മൾ, കാരണം ഈ താറാവിൻ്റെ കൂടെ കിടന്ന് വേവാനുള്ളതല്ലേ, അപ്പം അതുപോലെ കുറച്ച് വലുതാക്കി ചെയ്യാം. പിന്നെ 2 തക്കാളി. പിന്നെ വേണ്ടത് പൊടികളാണ്. ഇത് ഞാനൊരു 3 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി എടുത്തിട്ടുണ്ട്, 2 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, 1/2 ടേബിൾ സ്പൂൺ ചില്ലി പൗഡർ, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. പിന്നെ നമ്മൾ ഗരം മസാല ഞാൻ വെച്ചിട്ടുണ്ട്. അത് നമ്മൾ കുക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഗരം മസാല ഇടുന്നത്. പിന്നെ കുറച്ച് കുരുമുളക് പൊടിയുണ്ട്, അതും നമ്മൾ ഇത് വഴറ്റുന്ന ആ സമയത്ത് ഞാൻ കാണിച്ചു തരാവേ. കുരുമുളക് നമുക്ക് താറാവിനകത്ത് കുറച്ച് കൂടുതൽ ചേർക്കണം. ആ ഒരു കുരുമുളകിന്റെ ടേസ്റ്റ് നന്നായിട്ട് വരണേ. അത് ഞാൻ പൊടിയായിട്ട് ഇതിനകത്ത് ഇട്ടിട്ടില്ല. അത് പിന്നെ ഒന്ന് ചെറുതായിട്ടൊന്ന് ചതച്ചിട്ട് ഇടുമ്പോൾ ഞാൻ കാണിച്ചു തരാവേ. പിന്നെ നമുക്ക് വേണ്ടത് തേങ്ങാപ്പാലാണ്. ഇത് ഞാൻ 2-ാം പാലും 1-ാം പാലും കൂടെ എടുത്ത് വെച്ചേക്കുന്നതാണ്. പിന്നെ കുറച്ച് അണ്ടിപ്പരിപ്പ് വേണം. ഇത്രയും സാധനങ്ങളാണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത്. ഇനി ഇതെങ്ങനെ കുക്ക് ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. ഇവിടെ ഞാനൊരു നല്ലൊരു കടായി വെച്ചിട്ടുണ്ട്. അതിനകത്തോട്ട് നമ്മൾ ആദ്യം നമുക്ക് കുറച്ച് സാധനങ്ങൾ വറുത്ത് കോരാനുണ്ട്. അതിനകത്തോട്ട് ഞാൻ ഈ തേങ്ങാക്കൊത്ത് ഇടുകയാണേ. തേങ്ങാക്കൊത്തും ഈ പൊട്ടറ്റോ അരിഞ്ഞു വെച്ചേക്കുന്നതും വറ്റൽമുളക് 2ആയിട്ടൊന്ന് മുറിച്ച് കൊടുക്കണം. ഞാൻ എടുക്കുന്നതിന് മുമ്പ് അത് താഴെ വീണു. ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക, അവയല്ലേ ഒരുപാട് അങ്ങ് നീളത്തിൽ കിടക്കുവേ. പൊട്ടറ്റോയും തേങ്ങാക്കൊത്തും ഒക്കെ വറുത്ത് കോരണേ ആദ്യം. അതുകൊണ്ട് ഞാനൊരു 4 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഇതിനകത്ത് ഒഴിച്ചിട്ടുണ്ട്. അതൊരു 2-3 മിനിറ്റ് ഇതിനകത്തൊന്ന് കിടക്കണം. ഒന്ന് ഫ്രൈ ആയി കഴിയുമ്പോൾ നമ്മളത് കോരി മാറ്റുവേ. ഇതിപ്പോൾ ഞാനൊരു 3 മിനിറ്റ് ആയിട്ടുണ്ട് ഇത് വഴറ്റാൻ തുടങ്ങിയിട്ട്. നമ്മൾ കുറച്ച് കുഴിയുള്ള ഒരു പാത്രമാണ് വെച്ചേക്കുന്നത്. ഇനി ഇത് നമുക്ക് കോരി ഇതുപോലെ ഒരു പാത്രത്തിലോട്ട് അങ്ങ് മാറ്റിയേക്കണേ. എന്നിട്ട് വേണം നമുക്ക് ബാക്കിയുള്ള സാധനങ്ങളെല്ലാം വഴറ്റിയെടുക്കുക. ശരിക്കും പറഞ്ഞുണ്ടല്ലോ, ഈ കൂട്ടത്തില് കുറച്ച് കറിവേപ്പിലയും കൂടെ നമ്മൾ, അതായത് ആ തണ്ടോടെ ഇട്ട് അതും കൂടെ വറുത്തെടുക്കേണ്ടതാണ്. അത് നല്ല ഫ്രഷ് കറിവേപ്പില ഉണ്ടെങ്കിലേ അങ്ങനെ വറുത്തെടുക്കാൻ പറ്റത്തുള്ളേ. ഇവിടെ എൻ്റെ കയ്യിൽ ഫ്രഷ് കറിവേപ്പില ഇല്ല, ഫ്രിഡ്ജിലിരിക്കുന്നതേ ഉള്ളൂ. അതുകൊണ്ട് ഞാൻ അതിങ്ങനെ ചെയ്യുന്നില്ല. അപ്പം പിന്നെ അതും അതിൻ്റെ ആ ഇലകൾ മുഴുവൻ ഇങ്ങനെ കൊഴിഞ്ഞു കിടക്കുന്നതായിരിക്കും. വീട്ടിൽ നിന്ന് ശരിക്കും അന്നേരം പറിച്ചെടുക്കുന്ന ആ ഒരു തണ്ടോട് കൂടിയുള്ള കറിവേപ്പില വേണം അങ്ങനെ ചെയ്യാൻ. അങ്ങനെയാണ് ഈ സമയത്ത് നമ്മൾ ഈ പൊട്ടറ്റോ വറുത്തെടുക്കത്തില്ലേ, അതിനുശേഷം ആ കറിവേപ്പില ഒരു 2-3 തണ്ട് അതുപോലെ വറുത്ത് കോരി ഇതിൻ്റെ കൂടെ വെക്കേണ്ടതാണ്. ഇനി നമുക്ക് ഈ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, പിന്നെ ഈ ചുവന്നുള്ളി ഇതും കൂടി ഇതിനകത്ത് കിടന്ന് നന്നായിട്ടൊന്ന് വഴന്ന് കിട്ടണേ. ചുവന്നുള്ളി ഇടുന്ന കറിക്കൊക്കെ ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും. അത് ചിക്കൻ കറി ആണേലും ബീഫിൻ്റെ കൂടെയൊക്കെ ആണേലും, ബീഫ് കറി ഉണ്ടാക്കുമ്പോഴാണേലും പണ്ടൊക്കെ അമ്മമാര് ഈ ചെറിയ ഉള്ളി മാത്രമേ ഇട്ടേ ബീഫൊക്കെ കറി വെക്കത്തുള്ളൂ. ഞങ്ങളുടെയൊക്കെ ചെറുപ്പത്തിൽ ഞങ്ങളുടെയൊക്കെ അമ്മ അങ്ങനെ ആയിരുന്നു. ചെറിയ ഉള്ളി കൊണ്ടാണ് ബീഫ് കറി ഉണ്ടാക്കുന്നത്. അപ്പോഴത്തേനും ഭയങ്കര ടേസ്റ്റാണ്. ഇതും ഇട്ട് കുറച്ച് തേങ്ങാപ്പാലും ഒക്കെ ഇങ്ങോട്ട് ഒഴിച്ച് ബീഫ് കറി ഉണ്ടാക്കി നോക്കിക്കേ, എന്നാ ടേസ്റ്റ് ആയിരിക്കും എന്നറിയോ. ഈ വഴറ്റുന്ന സമയത്തുണ്ടല്ലോ നമുക്ക് കുറച്ച് നട്ട്സും കൂടി ഇതിനകത്ത് ഇട്ട് കൊടുക്കണേ. അതും കൂടെ ആ എണ്ണയിൽ കിടന്ന് ഒന്ന് ഫ്രൈ ആവും. ഇനി ഒരു 2-3 മിനിറ്റ് ഒന്ന് വഴറ്റട്ടെ. ഇതിപ്പോൾ ഇവിടെ വഴറ്റാൻ തുടങ്ങിയിട്ട് ഒരു 3 മിനിറ്റ് ആയിട്ടുണ്ട്. ഒരുപാട് ബ്രൗൺ കളറൊന്നും ആകേണ്ട കാര്യമില്ല. ആ ഒരു വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക് അതിൻ്റെയൊക്കെ ആ ഒരു ഒരു ടേസ്റ്റ് ഉണ്ടല്ലോ, ഒരു പച്ചമണം, അതൊക്കെ ഒന്ന് മാറി കിട്ടിയാൽ മതി. അല്ലാതെ ഒത്തിരി ബ്രൗൺ ആക്കുകയൊന്നും വേണ്ട. ഇനി നമ്മൾ ഈ ഫ്ലെയിം ഉണ്ടല്ലോ സിമ്മിലോട്ട് വെച്ച് കൊടുക്കണേ. വെച്ച് കൊടുത്തിട്ട് നമ്മൾ ഈ പൊടികളെല്ലാം കൂടെ ചേർത്ത് കൊടുക്കും. പൊടികൾ ഇടുമ്പോൾ എപ്പോഴും സിമ്മിലായിരിക്കണേ, അല്ലാന്നുണ്ടെങ്കിൽ പൊടി പെട്ടെന്ന് വഴന്നു പോകും. അതിൻ്റെ ആ റോ ടേസ്റ്റ് ഒട്ടും മാറുകയില്ല.
ഇതൊരു 2-3 മിനിറ്റ് ഒന്ന് വഴറ്റണമേ. ഇതിലേക്ക് നമ്മൾ ഒരു 1.5 ടീസ്പൂൺ കുരുമുളക് ഇട്ട് കൊടുക്കണേ. എന്നിട്ട് അതും കൂടി ഇട്ടിട്ട് നന്നായിട്ട് ഇതിൻ്റെ ആ ഒരു പച്ച മണം മാറുന്നിടം വരെ നമുക്ക് ഇളക്കണം, അല്ലെങ്കിൽ കറി അത് ശരിയാകത്തില്ല കേട്ടോ. നമ്മളിവിടെ ഈ മസാല വഴറ്റാൻ തുടങ്ങിയിട്ട് ഒരു 3-4 മിനിറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ആ ഒരു പച്ച ടേസ്റ്റും ഒക്കെ മാറിക്കാണും. ഇനി നമുക്കിതിലേക്ക് ടൊമാറ്റോ അരിഞ്ഞു കൊടുക്കണേ. ഞാൻ ഇതിനകത്ത് 2 ടൊമാറ്റോ ഇടുന്നുണ്ട്. എന്നിട്ട് ഇതിൻ്റെയും കൂടെ ആ ഒരു പച്ചമണം ഉണ്ടല്ലോ, അതും ഒന്ന് നന്നായിട്ടൊന്ന് മാറത്തക്ക രീതിയിൽ നമ്മൾ കുറച്ച് നേരം ഒന്ന് വഴറ്റി കൊടുക്കണേ. നാടൻ തക്കാളിയാണെങ്കിൽ ഉണ്ടല്ലോ പെട്ടെന്ന് ഇതങ്ങോട്ട് നന്നായിട്ട് ഉടഞ്ഞ് കിട്ടും. ഇതിപ്പം അല്ലാതുള്ള തക്കാളി ആയതുകൊണ്ട് കുറച്ച് സമയം എടുക്കും ഇതൊന്ന് ഉടഞ്ഞു വരാനേ. നാടൻ തക്കാളിയാ ചില കറിക്കൊക്കെ എപ്പോഴും നല്ലത്. സാലഡിനൊക്കെ നമുക്ക് ഇങ്ങനെയുള്ള ടൊമാറ്റോ ആണ് നല്ലത്. അല്ലാതെ ഈ കറികൾക്കൊക്കെ ഇട്ടുമ്പം പെട്ടെന്ന് വെന്ത് കിട്ടാൻ നാടൻ തക്കാളിയാണ് നല്ലത്. നമ്മളിവിടെ ഒരു 3 മിനിറ്റ് വഴറ്റിയിട്ടുണ്ടേ. ഇനി നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കണേ. ഒരു ടീസ്പൂൺ ഗരം മസാലയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് കുറച്ച് നമ്മളിത് വെന്ത് കഴിയുമ്പോഴല്ല വെന്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇടയ്ക്ക് ഞാൻ കുറച്ചുകൂടെ ഗരം മസാല ചേർത്ത് കൊടുക്കും കേട്ടോ. ആദ്യമേ നമുക്ക് എല്ലാം കൂടെ ഇതിനകത്ത് ചേർക്കേണ്ട കാര്യമില്ല. ഇനി നമുക്ക് ഈ ഡക്ക് അതിനകത്തോട്ട് ഇട്ട് കൊടുക്കും. ഡക്കിൻ്റെയും ചിക്കൻ്റെയും ഒക്കെ ലിവർ ഉണ്ടല്ലോ, അത് ഏറ്റവും ഒരു പകുതി വെന്ത് കഴിഞ്ഞിട്ടേ ചേർക്കാവുള്ളൂ, അല്ലെങ്കിൽ ആ ലിവർ പെട്ടെന്ന് കുക്കായി വരും. ചിലർക്ക് ലിവർ ഒന്നും ഇഷ്ടമല്ല. ഇത് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഈ സമയത്ത് ഉപ്പൊക്കെ ഒന്ന് നോക്കിക്കോണേ. ഞാനിപ്പം വെള്ളം ഒന്നും ചേർക്കുന്നില്ല. കുറച്ച് നേരം കഴിയുമ്പോൾ ഇതിനകത്തുനിന്ന് കുറച്ചൊരു വെള്ളം ഇറങ്ങി വരുവേ. അത് കഴിയുമ്പോൾ നമുക്ക് ഇത് ബ്രോയിലർ താറാവാണേ. മറ്റേ നാടൻ താറാവാണേ ഉണ്ടല്ലോ കുക്കർ വെച്ച് അടിക്കുന്നതായിരിക്കും നല്ലത്. കാരണം ഇതിനെക്കാട്ടി കുറച്ചുകൂടെ വേവുണ്ട് നാടൻ താറാവിന്. ഇതാകുമ്പം ബ്രോയിലർ ആയതുകൊണ്ട് അത്രയും ഒരു വേവ് കാണത്തില്ലേ. ഇത് ഞാൻ ഇപ്പം സിമ്മിലാണ് വെച്ചേക്കുന്നത്. ഒരു 5-10 മിനിറ്റ് ഞാനിത് സിമ്മിൽ വെച്ചേക്കും. അന്നേരത്തെ തന്നെ ഈ താറാവിനകത്തുനിന്ന് കുറച്ച് വെള്ളം ഇതിനകത്തോട്ട് ഇറങ്ങും. എന്നിട്ട് നമുക്ക് ബാക്കി അന്നേരം ചെയ്താൽ മതിയേ. കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാവേ. എന്നിട്ട് ഇനി ഒരു 10 മിനിറ്റ് കഴിഞ്ഞ് നോക്കാം. ഞാനിതിവിടെ വെച്ചിട്ട് ഒരു 10 മിനിറ്റ് ആയേ. ഇനി ഞാൻ 1 കപ്പ് വെള്ളം ഇതിലേക്ക് ഒഴിക്കുക. ചെറു ചൂടുവെള്ളമാണേ. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണേ. എന്നിട്ട് ഒരു മീഡിയം ഫ്ലെയിം ഉണ്ടല്ലോ, മീഡിയം ഫ്ലെയിം വെച്ച് ഉണ്ടാക്കിയാൽ മതി. അപ്പം ചെറുതായിട്ട് കിടന്ന് കുക്കായി നന്നായിട്ട് വെന്ത് കിട്ടും. നമ്മളൊരു 1/4 ഭാഗം ഇത് വേകാറാകുമ്പോഴാണ് നമ്മൾ ബാക്കിയുള്ള തേങ്ങാപ്പാലും പിന്നെ നമ്മൾ ആ വറുത്ത് വെച്ച തേങ്ങാക്കൊത്തും പൊട്ടറ്റോ ഒക്കെ ഇല്ലേ, ഇത് കുറച്ച് നേരം വെന്ത് കഴിയുമ്പോഴാണ് അത് ചേർക്കുന്നത്. ഇനി ഇത് അടച്ചു വെച്ച് നമുക്ക് വേവിക്കാം. നമ്മളിവിടെ ഡക്ക് വെച്ചിട്ടൊരു 1/2 മണിക്കൂറായി. എണ്ണയൊക്കെ തെളിഞ്ഞു വന്ന് തുടങ്ങിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഈ പൊട്ടറ്റോയും തേങ്ങാക്കൊത്തും ഒക്കെ വറുത്തത് ഇതിലേക്ക് അങ്ങ് ചേർത്ത് കൊടുത്തേക്കണം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കണേ. ഈ സമയത്ത് നമ്മൾ ഉപ്പൊക്കെ നോക്കിക്കോണം. ഉപ്പില്ലെങ്കിൽ രണ്ടാമത് കുറച്ചുകൂടെ ചേർത്ത് കൊടുക്കണം. കാരണം ഈ പൊട്ടറ്റോ ഒക്കെ ചേർത്തല്ലേ, അപ്പോൾ ഒരു സ്വല്പം കൂടെ ഉപ്പിട്ട് കൊടുത്തേക്കണേ. പൊട്ടറ്റോയിൽ പെട്ടെന്ന് ഉപ്പ് പിടിക്കും. ഇനി ഇതിലേക്ക് നമുക്ക് ഈ തേങ്ങാപ്പാലും കൂടെ അങ്ങ് ആഡ് ചെയ്ത് കൊടുക്കാവേ. ഇനി ഒരു 15 മിനിറ്റോളം ഇതിൽ കിടന്ന് വേകണം. നമ്മൾ നോക്കണം വെന്തിട്ടുണ്ടോന്ന്. ഇച്ചിരി മൂട്ട താറാവൊക്കെ ആണെങ്കിൽ കുറച്ചുകൂടെ സമയം വേണ്ടി വരുവേ. ഇത് നല്ല പാലപ്പം, കള്ളപ്പം, ചോറ്, പത്തിരി, ഇടിയപ്പം എല്ലാത്തിനും കൂടെ പോകുന്ന ഒരു നല്ലൊരു ഡിഷാണ് ഇത് കേട്ടോ. നല്ല ടേസ്റ്റ് കേട്ടോ. ഇപ്പം തന്നെ നല്ല ടേസ്റ്റ് ഉണ്ട്. ഇനി ഇത് അടച്ചു വെച്ചിട്ട് ഒരു 15 മിനിറ്റ് കഴിഞ്ഞ് നമുക്ക് നോക്കാം. നമ്മുടെ ഡക്ക് റോസ്റ്റ് ഇവിടെ വെച്ചിട്ട് 15 മിനിറ്റും കൂടെ ആയേ. ഇപ്പം കണ്ടോ നന്നായിട്ട് എണ്ണയൊക്കെ തെളിഞ്ഞ് നല്ല അടിപൊളി ടേസ്റ്റിലുള്ള ഡക്ക് റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ ഒരു സ്വല്പം
കുരുമുളക് പൊടി ഒരു സ്വല്പം മതി കേട്ടോ. പിന്നെ കുറച്ച് ഗരം മസാലയും കൂടെ നമ്മൾ ഈ വെന്തൊക്കെ കഴിയുമ്പോൾ ഒന്ന് ആഡ് ചെയ്ത് കൊടുത്തേക്കണേ. അപ്പം അതിൻ്റെ ആ ഒരു കുരുമുളകിൻ്റെയും ആ ഒരു ഗരം മസാലയുടെ എല്ലാം ഒരു ഫ്ലേവർ ഉണ്ടല്ലോ, നന്നായിട്ട് നിൽക്കും. കുറച്ച് കറിവേപ്പിലയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാതെ കഴിഞ്ഞു. ഇവിടെ നല്ല മണമെന്നറിയാം, ഇത് നല്ല മണം, നമുക്ക് ഫുഡ് കഴിക്കാൻ തോന്നുന്ന അടിപൊളി മണവും. അപ്പം എല്ലാവരും ഇത് ചെയ്ത് നോക്കണം കേട്ടോ. ഭയങ്കര ടേസ്റ്റ് ആയിട്ടുള്ള ഒരു ഡക്ക് റോസ്റ്റ് ആണ് ഇത്. നല്ല കുറുകിയ ഗ്രേവിയൊക്കെയാണ്. ഞാൻ ചെറിയൊരു ബൗളിലോട്ട് മാറ്റിയിട്ട് കാണിക്കാം. നമ്മുടെ സൂപ്പർ ടേസ്റ്റിലുള്ള ഡക്ക് റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പം ഇത് നല്ല കള്ളപ്പം, പാലപ്പം, പത്തിരി, പൊറോട്ട, ഇടിയപ്പം എല്ലാത്തിൻ്റെയും കൂടെ അടിപൊളി കോമ്പിനേഷനാണ്. ഇത് നിങ്ങളെല്ലാവരും ട്രൈ ചെയ്യണം, കാരണം ഭയങ്കര നല്ല ടേസ്റ്റാണ് ഇതിന് കേട്ടോ. നമുക്ക് അടുത്ത ഒരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം. താങ്ക് യു.